നമസ്കാരം. ബ്ലാക്ക് മണി, കോഴപ്പണം, കിക്ക് ബാക്ക്, കമ്മീഷൻ തുടങ്ങിയ ഏർപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നൊരു കാര്യമുണ്ട്, സ്വിസ് ബാങ്ക് എന്ന് പറയുന്നത്. സ്വിസ് ബാങ്കിലാണ് കുറേ കാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മണിയും അതുപോലെ തന്നെ കിക്ക് ബാക്കും കമ്മീഷൻ അടക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ രീതിയിലുള്ള വരുമാനത്തെ നിക്ഷേപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സീക്രസി സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ് സ്വിസ് ബാങ്കുകൾ. അവിടെ കിടക്കുന്ന പണം ആരുടേതാണെന്നോ എന്താണെന്നുള്ള വിവരങ്ങൾ സാധാരണഗതിയിൽ ഒരു രീതിയിലും പുറത്തു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല. അത് 2017 വരെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് തുടർന്ന് പോന്നിരുന്നത്. ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ആരാണ് അവിടെ പണമിട്ടിരിക്കുന്നത്, ആരുടെ പണമാണ് കിടക്കുന്നത്, എത്ര കോടി രൂപയുണ്ട്, ഇതൊന്നും പുറത്തു വിടാനുള്ള ഒരു അധികാരവും സ്വിസ് ബാങ്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2017 ഈ സ്ഥിതിക്ക് മാറ്റം വരികയുണ്ടായി. 2017 ലോകവ്യാപകമായി നടപ്പാക്കപ്പെട്ട ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നീ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സ്വിസ് ബാങ്കിലെ വിവരങ്ങൾ പരിപൂർണമായും സീക്രട്ടാണ്, രഹസ്യമാണ് എന്നുള്ള നമ്മുടെ ധാരണ തെറ്റാവുകയാണ്. ഈ ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന ഈ കരാറിൽ 100-ൽ പരം രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾക്ക്, ഗവൺമെൻറ്റുകൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ചോദിക്കുന്നതിനും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്നതിനുമൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ സ്വിസ് ബാങ്കുകളെക്കാൾ കൂടുതൽ വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ബാങ്ക് ഇന്ത്യയിലുണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മുടെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില വിവരങ്ങൾ ചോദിക്കുമ്പോൾ അത് ചോദിച്ചത് മറ്റാരുമല്ല, ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയുടെ തന്നെ ഭരണഘടനാ ബെഞ്ച് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പോലും വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സ്വിസ് ബാങ്കിനെ പോലും സീക്രസിയുടെ കാര്യത്തിൽ വെല്ലുന്ന ഒരു ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ബാങ്കിനോട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ആരൊക്കെ എത്രയൊക്കെ തുക വാങ്ങിയിട്ടുണ്ട്, അത് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ആ ബാങ്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? ആ ബാങ്ക് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആവശ്യപ്പെട്ട പ്രകാരം അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അത് കൈമാറുക എന്നുള്ളതായിരുന്നു. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ തരത്തിലുള്ള സ്റ്റാൻഡേർഡുകളും നിലവാരങ്ങളും ക്രെഡിബിലിറ്റിയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, അതിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അവർ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ജൂൺ 30 വരെ സാവകാശം വേണം, അതിനിടയിലേ ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ സീക്രസി സ്വിസ് ബാങ്കുകളെ പോലെ അതിനെ വെല്ലുന്നൊരു സീക്രസി ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ പുലർത്താൻ എന്താണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പ്രേരിപ്പിച്ച ഘടകം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ബാങ്ക് ലോകത്തെ ബാങ്കുകളുടെ റാങ്കിങ് പട്ടിക എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 26ാമത്തെ സ്ഥാനമാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. ആ ഒരു ബാങ്ക് നിലനിൽക്കുന്നതിൻ്റെ ക്രെഡിബിലിറ്റിയിലാണ്, വിശ്വാസ്യതയിലാണ്. അതിന് നിയമ സംവിധാനങ്ങളെ അനുസരിക്കാനുള്ള എല്ലാ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളുമുണ്ട്. അതുകൊണ്ട് പരമോന്നത നീതിപീഠത്തിൻ്റെ ഭരണഘടനാ ബെഞ്ച് ആവശ്യപ്പെടുന്ന കാര്യം അനുസരിക്കുക എന്നല്ലാതെ ഒരു കാര്യവും അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു. പക്ഷേ നിർലജ്ജം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ പോയി സാവകാശം ചോദിക്കുന്നു. ഈ സാവകാശം ചോദിക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുള്ളത്, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഇതിനകത്ത് പാർട്ടിയേ അല്ല, അവർ ഈ കേസിൽ കക്ഷിയല്ല. ഒരു ഘട്ടത്തിൽ ഈ കേസ് നടന്നപ്പോൾ കേസിൽ കക്ഷി ചേരാനോ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പറയാനുണ്ടോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല.
ഇത് നേരത്തെ വേണമെങ്കിൽ ഉന്നയിക്കാമായിരുന്നു, പക്ഷെ ഒന്നിനും അവർ പോയിട്ടില്ല. എന്നിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ അവർ കോടതിയിലേക്ക് നേരെ പോയി, ഞങ്ങൾക്ക് ജൂൺ 30 വരെ സാവകാശം വേണം. എന്താണ് ഈ ജൂൺ 30 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ സാങ്ക്ടിറ്റി? അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസത്തിലധികം സമയം ഞങ്ങൾക്ക് വേണമെന്ന് പറയുകയാണ്. ജൂൺ 30 എന്ന് പറയുന്ന ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ജൂൺ 30ൻ്റെ പ്രത്യേകത, ജൂൺ 4-ന് ഇന്ത്യയുടെ 7 ഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ജൂൺ 4-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതുവരെ ഇത് പുറത്തു പോകരുത്, പുറത്തു വിടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രാജാവിനേക്കാൾ വലിയ ഭക്തിയോടെ, രാജഭക്തിയോടെ, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്നത് പോലെ ഒരു അടിമയെപ്പോലെ തങ്ങളുടെ യജമാനൻ്റെ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു ബാങ്ക് ഇനി എന്ത് വിശ്വാസ്യതയാണ് രാജ്യത്ത്, ലോകത്ത് നേടാൻ കഴിയുക? അപ്പോൾ അങ്ങനെ ആ ജൂൺ 30 വരെ നീട്ടിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതിന് പറയുന്ന ന്യായം എന്തായിരുന്നു? ഈ ഡേറ്റ തപ്പിപ്പിടിച്ചെടുക്കേണ്ടതുണ്ട്, വലിയ പ്രശ്നമാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, കൺസോൾഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ വേണം, സമയമെടുക്കുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു നിമിഷം പോലും സമയം നീട്ടി തരാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പാർഷ്യലായിട്ടാണെങ്കിലും വിവരങ്ങൾ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ ഒരു വിവരം കിട്ടാൻ 4 മാസത്തിലധികം വേണമെന്ന് പറഞ്ഞ ആളുകൾക്ക് കേവലം 2-3 ദിവസം കൊണ്ട് വിവരങ്ങളുടെ പകുതി ഭാഗം കൊടുക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട്, ഓൾറെഡി അത് പ്രിപ്പയർഡാണ്, എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാവുന്ന രീതിയിൽ വിവരങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മറ്റൊന്ന്, ബാങ്കുകൾ ഇന്ന് ഏറ്റവും വലിയ ഫിൻടെക് സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളാണ്. അതിൽ ടെക്നോളജി, സാങ്കേതിക വിദ്യ ബാങ്കിങ്ങിനെ വലിയ തോതിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ വിവരങ്ങളും ഇന്ന് ഓൺലൈനായി ലഭ്യമാണ്, നെറ്റിലുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ കമ്പ്യൂട്ടർവൽകൃതമാണ്. ഇതെല്ലാമാണ്. ഒരു കടലാസും അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് ഒരു ബുക്ക് തുറന്ന് പഴയ പോലെ ലെഡ്ജറും പേരേഡും ഒന്നും പരിശോധിച്ച് എഴുതേണ്ട കാര്യങ്ങളൊന്നും ഇന്ന് അവിടെ ഇല്ല. എല്ലാ കാര്യങ്ങളും അന്നന്ന് തന്നെ ഫൈനലൈസ് ചെയ്യാൻ കഴിയുന്ന, അതിൻ്റെ ഒരു റിപ്പോർട്ട് റിസർവ് ബാങ്കിലേക്ക് പോലും അയക്കുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ആ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഓരോ ബാങ്കും. ആ ബാങ്കിൻ്റെ വിവരങ്ങൾ എടുക്കുന്നതിന് ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും ആവശ്യമില്ലാത്ത സ്ഥിതിവിശേഷം ഇന്നുണ്ട്. ആ സമയത്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ മുമ്പിൽ ഈ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടും ഈ വലിയ കൊള്ളയെ, ഈ പകൽ കൊള്ളയെ, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കലിനെ ഒളിപ്പിച്ച് പിടിക്കുന്നതിന്, മറച്ചു പിടിക്കുന്നതിന് വേണ്ടി, ആർക്കോ വേണ്ടി മറച്ചു പിടിപ്പിക്കുന്നതിനുള്ള തിടുക്കം, തീവ്രമായൊരു ശ്രമം അവർ നടത്തുകയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്കീലാണോ എന്ന് ചോദിക്കേണ്ട സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. എത്ര നാണം കെട്ട അവസ്ഥയിലാണ് ആ ബാങ്ക് നിൽക്കുന്നതെന്ന് ആലോചിക്കുക. ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ്. രാജ്യത്തെ ജനങ്ങളുടെ പണം അതിലുണ്ട്. അത് വിശ്വാസ്യതയിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ക്രെഡിബിലിറ്റി അതിനുണ്ടായിരിക്കണം. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണമെങ്കിൽ ആ ബാങ്കിന് കൃത്യമായ അതിൻ്റെ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റായി മുന്നോട്ട് പോകാൻ കഴിയണം. അത് അവസാനിക്കുന്നിടത്ത് ബാങ്കിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിയും. ഈ ഘട്ടത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നൊരു ബാങ്ക് ആർക്കോ വേണ്ടി വിടുപണി ചെയ്യുന്നു. നമുക്ക് നേരത്തെ കുറേ കാര്യങ്ങൾ അറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്നും അദാനിക്ക് പോയിട്ടുള്ള ഫണ്ടുകളുടെ കാര്യങ്ങളെക്കുറിച്ചും അനധികൃതമായ അദാനിക്ക് വേണ്ടി ഫൈനാൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, വായ്പ കൊടുത്തിരിക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള നിരവധിയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ഇങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് തരംതാണു പോയിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളതും ഇതാണ്. അതായത് ഇന്ത്യയിൽ
വ്യവസായികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വ്യവസായ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നയരൂപീകരണകർത്താക്കൾക്ക് മുമ്പിലും ഗവൺമെൻറ്റിന് മുമ്പിലും അവതരിപ്പിച്ചുകൊണ്ട് വ്യവസായങ്ങൾ സുഗമമായി നടത്തുന്നതിനും ഒക്കെയുള്ള ഒരു വേദിയാണ് വ്യവസായികളുടെ സംഘടന. ഇന്ത്യയിൽ അത്തരത്തിലുള്ള 3 പ്രധാനപ്പെട്ട സംഘടനകളുണ്ട്. ഫിക്കി എന്നറിയപ്പെടുന്നൊരു സംഘടന, CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ അസോച്ചം എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനകൾ വാസ്തവത്തിൽ ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വഴി നടന്നിട്ടുള്ള കൊള്ള അവർക്ക് തന്നെയാണ് വിനയായി മാറുന്നത്. കാരണം അതിലൂടെ ആ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന നൽകി സുതാര്യമല്ലാത്ത രീതിയിൽ ഒട്ടേറെ കരാറുകൾ, നിർമ്മാണ കരാറുകളും മറ്റും ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള കമ്പനികളുണ്ട്. അതൊരിക്കലും നല്ല ഒരു വ്യവസായ പ്രാക്ടീസ് അല്ല, നല്ലൊരു ബിസിനസ് രീതിയല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സംഘടനകൾ പോകുന്ന സ്ഥിതിവിശേഷം തരംതാണതാണ്, എത്രയോ തരംതാണ നിലപാടാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, പൂവർ സ്റ്റാൻഡേർഡുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള 7 കമ്പനികൾക്കെതിരെയുള്ള നടപടി ഈ ഇലക്ട്രൽ ബോണ്ടിന് ശേഷം നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു നടപടിയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ല. അവിടെയെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ ജീവൻ വെച്ച് പന്താടുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളായ ഫിക്കിയും CII പോലുള്ള സംഘടനകൾ ഇത് വെളിപ്പെടുത്തരുതെന്ന് പറയുന്ന കോടതി പോകുന്ന പോലെ നാണക്കേട്, രാജ്യതാൽപര്യത്തിന്, ജനവിരുദ്ധം. ഇവരെല്ലാവരും പറയാറുണ്ട് സമൂഹത്തിന് വേണ്ടി വ്യവസായികൾ നിലനിൽക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു. എന്താണെന്നിട്ട് സുപ്രീം കോടതിയിൽ പോയി അവർ ആവശ്യപ്പെട്ടത്? ഇത് ആ സംഘടനയിലുള്ള ആളുകൾ, ആ വ്യവസായികൾ ചിന്തിക്കണ്ടേ? ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ പേടിച്ച്, ഒരു പാർട്ടിയെ പേടിച്ച്, ഒരു നേതാവിനെ പേടിച്ച് ഇഴഞ്ഞു പോകേണ്ടവരാണ് രാജ്യത്തെ വ്യവസായികൾ. ഇതിനു മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. 2014 മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാരിനെയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ നിശിതമായി വിമർശിക്കാൻ ഈ സംഘടനകളും ഈ രാജ്യത്തെ വ്യവസായികളും തയ്യാറായിരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു. 2G സ്പെക്ട്രം അഴിമതിയെക്കുറിച്ചും മറ്റെല്ലാം, അതുപോലെ കൽക്കരി കുംഭകോണത്തെക്കുറിച്ച് വിമർശിച്ചിരുന്നു. പക്ഷേ ഇന്ന് മുട്ടിലഴയുന്നു, പേടിക്കുന്നു. ED കയറി വരും, CI അതുപോലെ ആദായ നികുതി വകുപ്പ് വരും എന്നുള്ളതിൻ്റെ പേരിൽ പേടിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സംഘടനകൾ ഒരിക്കലും അങ്ങനെ ഒരു നിലവാരത്തിലേക്ക്, അത്ര തരംതാണൊരു നിലവാരത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അവർ കക്ഷിയല്ലാത്ത, കക്ഷി പോലും ചേരാത്ത കാര്യങ്ങളിൽ, അനാരോഗ്യപരമായ പ്രവണതകൾക്ക്, കള്ളപ്പണം വെളുപ്പിക്കലിനടക്കമുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സംഘടനകൾ പോയി. വളരെ പാരമ്പര്യമുള്ള സംഘടനകളാണിവ. വളരെ പാരമ്പര്യമുള്ള വ്യവസായികളാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വ്യവസായ ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നതിന് വേണ്ടി തരംതാണ നിലവാരത്തിലേക്ക് പോവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഈ കൊള്ളയ്ക്ക്, ഈ പകൽ കൊള്ളയ്ക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വ്യവസായികളുടെ സംഘടനകളും കൂട്ടുനിന്നു എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. അതൊരിക്കലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.